നീറ്റ് പരീക്ഷയിൽ റാങ്ക് പട്ടികയിൽ ഇടം നേടിയിട്ടും വലിയ സാമ്പത്തിക ചെലവുള്ളതിനാൽ MBBS പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത 5 വിദ്യാർത്ഥികൾക്ക് ആശ്രയമായി ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് പദ്ധതി. MBBS പഠന ചെലവ് മുഴുവൻ ഈ സ്കോളർഷിപ്പിലൂടെ കുട്ടികൾക്ക് ലഭിക്കും. പദ്ധതിയുടെ ആദ്യ വർഷം ഇവരടക്കം 17 വിദ്യാർത്ഥികളാണ് ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് നേടിയത്. തൊടുപുഴയിലെ ഓട്ടോ ഡ്രൈവറായ ഷാജിയുടെ വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു മകളെ ഡോക്ടറാക്കണമെന്നത്. നന്നായി പഠിക്കുന്ന മകൾ ഫസ്ന ഷാജി നീറ്റ് പരീക്ഷയിലെ റാങ്ക് പട്ടികയിലും ഇടം നേടി. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ വലിയ തുക നൽകി MBBSന് ചേരാനാകില്ല എന്നുറപ്പിച്ച സമയത്താണ് ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പിനെ കുറിച്ച് അറിയുന്നതും അപേക്ഷിക്കുന്നതും. സ്കോളർഷിപ്പ് ലഭിച്ചില്ലായിരുന്നെങ്കിൽ മകളെ MBBSന് പഠിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ലെന്ന് ഷാജി പറയുന്നു. നമ്മുടെ സാമ്പത്തികം വെച്ച് ഫീസ് അടച്ച് പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ മക്കളുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റിയില്ല. അത് ഡോക്ടർ മൂപ്പൻസിനെ കൊണ്ട് സാധിക്കാൻ പറ്റി. അതിൽ വളരെ സന്തോഷമുണ്ട്. സ്കോളർഷിപ്പ് കിട്ടിയോണ്ടാണ് എനിക്കിങ്ങനെ ഒരു പഠിക്കാനൊരു ഇത് കിട്ടിയത്. ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് MBBS സ്വപ്നം പോലും ആവൂലായിരുന്നു. വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് മുഹമ്മദ് നിയാസിന് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. പ്രവാസിയായിരുന്ന നിയാസിന്റെ പിതാവിന് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം കൃഷിയാണ് വരുമാന മാർഗം. സ്കോളർഷിപ്പ് ലഭിച്ചതോടെ പഠനം തുടരാമെന്ന പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം നിയാസിനും. പൈസ കൊടുത്തിട്ട് പോകാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ നമുക്കില്ല. അപ്പോൾ ഇവിടെ കിട്ടിയതുകൊണ്ട് നന്നായിരുന്നു. പൈസ കൊടുക്കാണ്ട് പഠിക്കുക അങ്ങനെ എഴുതുന്നു. പൈസ അധികം സാമ്പത്തികം അല്ലാത്തതുകൊണ്ട് 5 MBBS വിദ്യാർത്ഥികളാണ് ഡോക്ടർ മൂപ്പൻസ് സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ പുതിയ ചുവട് വയ്ക്കുന്നത്. ഇവരും നഴ്സിംഗ് ബിഫാം വിദ്യാർത്ഥികളുമടക്കം 17 പേർ സ്കോളർഷിപ്പ് നേടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, കോളേജ് ഓഫ് ഫാർമസി എന്നിവിടങ്ങളിൽ പഠനം തുടങ്ങി. അടുത്ത വർഷം മുതൽ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് സ്കോളർഷിപ്പ് എത്തിക്കാനാണ് തീരുമാനം. മീഡിയ 1 വയനാട്.